അപ്പൊ നമുക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ ജർമ്മനി പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വാഴപ്പള്ളി അമ്പലത്തിൽ വന്നിരിക്കുക കേട്ടോ. ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് വാഴപ്പള്ളി അമ്പലം ചങ്ങനാശ്ശേരി. അപ്പോൾ ചേട്ടനെ ഇന്ന് കൊണ്ടാക്കാൻ പോകുന്ന വ്ളോഗും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ചേട്ടനൊരു കൊട്ടുപ്രേമിയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ കൊട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവൻ അത് കാണാനായിട്ട് പോയിരിക്കുകയാണ്. എന്നെ കാറി ഇരുത്തിയിട്ടാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്റെ ചേട്ടൻ. അപ്പൊ നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? എന്താണ് ജർമ്മനി പോകാനുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ? പണിയൊന്നും റെഡിയാവുന്നില്ല. ഇവിടെ പണിയൊന്നും റെഡിയാവുന്നില്ല. അത് കാരണം തന്നെ ഇവിടെ പണിയൊന്നും ഇല്ലാത്തോണ്ടാണ് അവിടെ അവിടെ പോകുന്നത്. എത്ര വർഷത്തെ കാത്തിരിപ്പ ചേട്ടാ? 5 കൊല്ലത്തെ. 5 കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ 5 വർഷമായി. ഇപ്പൊ 25 വയസ്സായി അച്ചുചേട്ടന്. എന്നിട്ടാണ് സോറി ഇപ്പൊ 20 സംതിങ് വയസ്സായി. അപ്പൊ അവൻ 25 വർഷം 5 വർഷം കഴിഞ്ഞിട്ട് അവൻ പോകുക ജർമ്മനിയിലോട്ട്. അപ്പൊ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. ഓക്കെ ഗായ്സ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുക ശരവണ ചങ്ങനാശ്ശേരി. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മള് നേരെ എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലോട്ട്. വീട്ടിൽ ചെന്നിട്ട് എന്താ പരിപാടി? വീട്ടിൽ ചെന്നിട്ട് എന്നോട് ചങ്ങനാശ്ശേരി യൂറോ ആക്കാനായിട്ട് കൂടെ വരും. ഞാൻ വരണ്ടല്ലോ. ഞാനും വരണം. അപ്പൊ നമുക്ക് കാണാം. പൂക്കി ഇവിടെ വാ. എന്തിനാ പോരക്കുന്നത്? എന്തിനാ പോരക്കുന്നത്? ഇവന് വടി ഭയങ്കര പേടിയാണ് ഗൈസ്. ഇപ്പൊ കാണിച്ചു തരാം. ഇവന് ചൂരവടി എടുത്താ ഇവൻ ഇപ്പൊ മാറും. അടി വേണോ? ഇറങ്ങ. അടി വേണോ? അടി വേണോ? ഇറങ്ങ താഴെ. അവിടെ ഇരി. ഇപ്പം രാവിലെ 11 മണിയായി. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഇതൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഹോം ടൂർ ചെയ്യാം. ഇപ്പം ഇരിക്കുന്നതിൽ ഇവനാണ് റൂബി. ഇവിടെ കുറേ ലവ് ബേർഡ്സ് ഉണ്ട്. ഉണ്ടോ? ഇതാണ് നമ്മുടെ ലവ് ബേർഡ്സ്. പിന്നെ വരുമ്പോൾ ഇവിടെ ഒരുപാട് മുളയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീട്. അരയന്നം കണ്ടോ ഗൈസ് നിങ്ങൾ? ഇത് കിണർ. വാവ്. മേഘം കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നിൽക്കുവാണ്. എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മയുടെ ഗാർഡൻ. ഓർക്കിഡ് ഫ്ലവർ ഉണ്ട്. ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് നമുക്ക് തുടങ്ങാം. ഹേ ഗായ്സ്, ഇവിടെ നല്ല ഒന്നാന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. ഭയങ്കര നല്ലതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയായി കേട്ടോ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. എനിക്കത് കാണിക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായിപ്പോയി.
അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമാണ്. നമ്മൾ മഴയത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇതിൻ്റെ ബാക്ക് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിച്ചു പൊളിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സമയം 6 മണിയാകാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഞാനിവിടെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് എന്നുവെച്ചാൽ ഒന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പഴം വറുത്തതുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ ഒരു ഏത്തക്കാപ്പം കഴിച്ചു, ഒരു പരിപ്പുവടയുടെ പകുതിയും കഴിച്ചു. അപ്പം തന്നെ എൻ്റെ വയറ് ഫില്ലായി മൊത്തത്തിൽ. അപ്പോൾ ഇനി നമ്മൾ 9 മണി വരെ രാത്രി വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 9 മണിയാകുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് തിരിക്കുന്നത് എയർപോർട്ടിലോട്ട്. ഇതിൽ നരേന്ദ്രൻസ് ഹണിമൂൺ നമ്മുടെ സുരാജ് വെണ്ണിയാർമൂടിൻ്റെ ഒരു സീരീസ് ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ കണ്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ഇട്ട് കാണട്ടെ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. എന്താ ചിറ്റപ്പ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? കേരളത്തിലെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ടാണ്. ചെറുക്കം പോകുന്നതിൽ ഇന്റർനാഷണൽ പറയണ്ടേ, ചെറുക്കം പോകുന്നതിൽ എന്താ പറയാനുള്ളത്? ചെറുക്കം പോകുന്ന ഇത് എനിക്കൊരു രണ്ടാമത്തെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമേ മോള് പോയായിരുന്നു ജനുവരി 1 അങ്ങനെ ചെക്കൻ അകത്ത് കയറ്റി വിട്ടിട്ട്. വിഷമമുണ്ടോ? വിഷമം ഇല്ല. വിഷമം ഉണ്ടെങ്കിലും നമുക്ക് പ്രകടിപ്പിക്കാവുന്ന അന്തരീക്ഷമല്ല. വിഷമമുണ്ട്, ഒന്നിന്റെ വിഷമമുണ്ട്. പക്ഷെ അതിനുള്ള പ്രകടിപ്പിക്കുന്നില്ല. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിറവേറ്റത്തെ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, അഞ്ഞ എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ 7:50 എന്റെ മോൻ ഇന്ന് ജർമ്മനിക്ക് പോവാണ്. 5 വർഷത്തെ അവന്റെ ഡ്രീമാണ്. ഞങ്ങളെല്ലാം ഒത്തിരി ഹാപ്പിയാണ്. അതിനോടൊപ്പം തന്നെ വിഷമമുണ്ട്. എന്നാലും അവൻ പോയി രക്ഷപ്പെടട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ചേട്ടനെയൊക്കെ ആക്കി എല്ലാവരും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് അച്ഛനും അമ്മയും എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇച്ചിരി സാഡായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.